ഇന്റർകാസ്റ്റ് മാരേജ് ആണെന്ന് കേട്ടപ്പോൾ ആക്ച്വലി എല്ലാ ഓഡിയൻസിനെ പോലെ ഞാനും കുറച്ച് ഷോക്കായി. കാരണം നമുക്ക് സ്വാസി ചേച്ചിനെ അറിയാം, ചേച്ചി വളർന്നു വന്നൊരു രീതി, യൂട്യൂബ് ചാനലിലൂടെ നമ്മളെല്ലാം ചേച്ചിയുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നതാണ്. ഓ, ഞാൻ അമ്മയുടെ അമ്മയെ സ്വാസി ചേച്ചി ഇന്റർകാസ്റ്റ് മാരേജ് കണ്ടുപിടിക്കുക, ഞാൻ അങ്ങനെ ഒരു ഡയലോഗ് വരെ വീട്ടിൽ പറയുകയും ചെയ്തു. ഇങ്ങനെ അമ്മ കണ്ടു ചേച്ചി ഒരു ഇന്റർകാസ്റ്റ് മാരേജ് ഒക്കെ ആണ് കേട്ടോ. അപ്പൊ അമ്മ ഇങ്ങനെ നോക്കി. ഞാൻ ഒരിക്കലും സ്വപ്നത്തില് ആ ഒരു കാര്യം മാത്രം ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ല, അങ്ങനെ ഒരു ഇന്റർകാസ്റ്റ് മാരേജ് പോലെ ആവും എന്ന് വിചാരിച്ചില്ല. പക്ഷെ എൻ്റെ അമ്മയ്ക്കും തുടക്കത്തിൽ എന്ന് വെച്ചാൽ ഈ തുടക്കമല്ല, പ്രേമിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞ, നമ്മൾ അല്ലാതെ ഒരു 20-21 വയസ്സിലൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ആ സമയത്തൊക്കെ അമ്മയ്ക്കും ആഗ്രഹങ്ങൾ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പക്ഷെ വൺസ് എനിക്ക് തോന്നുന്നു പ്രേം എന്ന് പറയുന്ന ഒരു പേഴ്സണാലിറ്റി അമ്മയ്ക്ക്, ഞങ്ങൾ റിലേഷൻ ആവുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ സീരിയൽ അഭിനയിക്കുമ്പോൾ അമ്മ ലൊക്കേഷനിൽ വരുമല്ലോ. അപ്പൊ മുതൽ അമ്മയ്ക്ക് ആളെ പരിചയം, ആളോട് സംസാരിക്കുമൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു അമ്മയുടെ മനസ്സിലൊരു ഓക്കെ ഈ പയ്യൻ കുഴപ്പമില്ല എന്നുള്ളൊരു സംഭവം വന്നും തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം അവതരിപ്പിച്ചപ്പോൾ അമ്മ അയ്യോ ക്രിസ്ത്യനാണ് പറ്റില്ല അങ്ങനത്തെ ഭയങ്കരമായിട്ടുള്ളൊരു റെസ്ട്രിക്ഷൻ ഒന്നും പറഞ്ഞില്ല. പക്ഷെ ചില സാധനങ്ങൾ അമ്മ പറയും, എനിക്കിഷ്ടമല്ല, എനിക്ക് താല്പര്യമില്ല എന്നൊക്കെ പറയും. പക്ഷെ ഇതിലങ്ങനെ പറഞ്ഞില്ല. അപ്പൊ എല്ലാം കൊണ്ടും അത് ഭംഗിയായപ്പോ എൻ്റെ അച്ഛൻ, ഞാൻ പേടിച്ച് അച്ഛൻ അവിടെ ബഹ്റിനിലാണല്ലോ, ഞാൻ പേടിച്ച് അച്ഛനെ ഫോൺ വിളിച്ചിട്ട് അച്ഛ ഇങ്ങനെന്നൊക്കെ പറഞ്ഞപ്പോ ചെറിയൊരു കാര്യം, ചെറിയൊരു പ്രണയത്തിലാണ് ഇങ്ങനെ ഇതാണ് പ്രേം എന്നാണ് പേര്. അപ്പൊ പ്രേം പ്രേം ജേക്കബ് ഓക്കെ. ഞാൻ പറഞ്ഞു ക്രിസ്ത്യൻ ആണ്. ക്രിസ്ത്യൻ ആണല്ലേ, കുഴപ്പമില്ല, ഒറ്റയടിക്ക്. അതായത് ഫോൺ കോൾ ചെയ്ത ആ നിമിഷത്തിൽ അച്ഛൻ പറയണ കുഴപ്പമില്ല എന്ന്. എല്ലാവർക്കും വട്ടായതാണോ എനിക്ക് വട്ടം, നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്ത്. അച്ഛൻ അവിടെ ഇപ്പൊ അച്ഛൻ പറഞ്ഞു അമ്മയോട് സംസാരിക്കൂ, അമ്മ എന്താ പറയണത് നോക്കൂന്ന് പറയും. അമ്മയോട് പറയും. അത് കഴിഞ്ഞാൽ അമ്മയ്ക്ക് പേടി അമ്മയുടെ ആങ്ങളമാരും. കാരണം നമ്മളെല്ലാവരും കുറച്ച് NSS അംഗങ്ങളാണ് എല്ലാവരും. എൻ്റെ അമ്മ NSS പ്രസിഡന്റ് എന്തോ ആയിരുന്നു, എന്താണ് ഇപ്പൊ സ്ഥാനത്ത് എനിക്കറിയില്ല. അങ്ങനെ മഹിള അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ അമ്മൂമ്മയോടൊക്കെ പറഞ്ഞപ്പോൾ അമ്മൂമ്മ എല്ലാവരും ആണോ ഓ നന്നായി, എല്ലാവരും അമ്മൂമ്മ, എന്താ പറയാ അമ്മ, എൻ്റെ ചിറ്റ, അമ്മയ്ക്ക് അമ്മാവന്മാരോട് പറയാനൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നു. അമ്മാവന്മാരൊക്കെ പറഞ്ഞപ്പോൾ ഇവരെല്ലാരും, ഞാൻ ഫസ്റ്റ് ടൈം ഒരു മീറ്റ് ചെയ്യുമ്പോൾ എല്ലാവരും ഭയങ്കര സ്നേഹം വന്ന് കെട്ടിപ്പിടിക്കുന്നത് ഉമ്മ വെക്കും. ഞാൻ പറഞ്ഞു ഇതെന്താണ് ഇങ്ങനെയല്ല പറഞ്ഞത്. അമ്മൂമ്മ പിന്നെ അമ്മൂമ്മയുടെ അനിയന്മാരൊക്കെ അവിടെയൊക്കെ കുറച്ച് ഓർത്തഡോക്സ് ആണല്ലോ ആ സമയത്ത്. ഞാൻ അങ്ങനെയൊക്കെ പ്രതീക്ഷ പോയത്. പക്ഷെ അങ്ങനെ കെട്ടിപ്പിടിച്ചു ഉമ്മ വെക്കും. ഗുലാബിലെ ഒന്ന് ആ സമയത്തെ കാണുന്നത്, ഗുലാബി വെച്ചാണ് ഇവരെല്ലാവരും ആദ്യമായിട്ട് കാണുന്നത്. ബാക്കിയുള്ള റിലേറ്റീവ്സിനെ അന്ന് കാണുന്നത്. അപ്പൊ ഒന്ന് കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വെക്കുന്നു, എന്തൊക്കെയുണ്ട് മോനെ എന്നൊക്കെ പറഞ്ഞ് ഓക്കെ കുഴപ്പമില്ല, ഉദ്ദേശം ഓക്കെ, ആ ഒരു ഭാരം ഒഴിഞ്ഞു, ഓക്കെ ഒരു ടാസ്ക് കഴിഞ്ഞു.